ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മുടെ ഡേ 1 ഇൻ ഗോവയാണ്. നമ്മൾ ആദ്യം വന്നത് കലങ്കട്ട് ബീച്ചിലാണ്. ഇവിടെ വന്നിറങ്ങിയപ്പോഴേ മഴയോട് മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ സൈഡിലുണ്ടായിരുന്ന കടകളിൽ കയറി നിന്നു. മഴ കുറയും എന്ന പ്രതീക്ഷയോടെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ മൊത്തം കളർഫുൾ കുടകളായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ ഒരെണ്ണം മേടിച്ചിട്ട് നേരെ ബീച്ചിലേക്ക് നടന്നു. ഞാൻ കുടയിൽ നിന്നിട്ട് ഫുൾ നനയുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ പുറത്തിറങ്ങി തുള്ളിച്ചാടി നനയാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ പ്രശ്നമൊക്കെ കാണിച്ച് നടന്നപ്പോ എന്റെ അച്ഛൻ എവിടെന്നോ പോയിട്ട് ഒരു റെയിൻകോട്ട് വാങ്ങിയിട്ട് വന്നു. അവിടെ അടുത്തുണ്ടായിരുന്ന കടയിൽ ഫുൾ ബ്ലൂ റെയിൻകോട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് ഗ്രീൻ വേണം എന്ന് പറഞ്ഞപ്പോ അച്ഛൻ എവിടെന്നോ പോയി വാങ്ങിയിട്ട് വന്ന കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ ആക്ച്വലി ഒരു 100-200 റേഞ്ചിന് കിട്ടുന്ന ആ ഒരു റെയിൻകോട്ട് ആട്ടോ. പക്ഷെ എനിക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്രയും ക്വാളിറ്റി അതൊന്നും തോന്നിയില്ല. 200 റേഞ്ചിനാണെങ്കിലും നാട്ടിൽ അത്യാവശ്യം ക്വാളിറ്റിയിലാണ് കിട്ടുന്നത്. പക്ഷെ ഇതിങ്ങനെ പൊട്ടുന്ന രീതിയിലായിരുന്നു ഇരുന്നത്. അമ്മ കൂളിംഗ് ഗ്ലാസ് വെച്ച് എന്റെ എക്സ്പ്രഷൻ ആണ് എന്റെ ഫേസിൽ കണ്ടത്. അപ്പോ ഞാനും അച്ഛനും മാത്രമേ റെയിൻകോട്ട് മേടിച്ചുള്ളൂ. ബാക്കി എല്ലാരും കൊടയിലാട്ടോ പോയത്. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് നേരെ ബീച്ചിലേക്ക് കടന്നു. അവിടെ എത്തിയപ്പോഴേക്കും മഴയുടെ പാട്ടിന് പിന്നെ എന്തായാലും ഇട്ടല്ലേ കുറച്ചേരം ഷോ ഓഫ് ഒക്കെ കാണിക്കാന്ന് വെച്ച് അങ്ങ് നടന്നു. ഇവിടെ ഇത്രയും മഴയും കാറ്റും റെഡ് അലേർട്ടൊക്കെ ആണെങ്കിലും ബീച്ച് നിൽക്കുന്ന ആരും അതൊന്നും എഫക്ട് ചെയ്യുന്നില്ല കേട്ടോ. എല്ലാരും ഭയങ്കര ചില്ലൊക്കെ ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പൊ ഞങ്ങള് കുറച്ചു നേരം അവിടേക്ക് നിന്നിട്ട് നേരെ ബീച്ചിലേക്ക് പോയി കാലൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല. നല്ല മഴയും കാറ്റായത് കാരണം തന്നെ ബീച്ചും നല്ല അഗ്രസീവ് ആയിരുന്നു. അത് കാരണം ഞങ്ങൾ ഒരുപാട് അങ്ങോട്ട് ബീച്ചിലേക്ക് ഇറങ്ങിയില്ല. പിന്നെ അത് മാത്രമല്ല, അവിടെ നിന്ന് സേഫ് ഗാർഡ്സ് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നുണ്ടായിരുന്നു ബീച്ചിലേക്ക് ഇറങ്ങുകയും ചെയ്യരുത്. അവിടെ രണ്ടു മൂന്ന് ദിവസം മുന്നേ എന്തോ ഒരു ആക്സിഡന്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഞങ്ങൾ ഒരുപാട് അങ്ങോട്ട് ഇറങ്ങിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അഗോഡ ഫോർട്ടിലേക്കാണ്. കലങ്കട്ട് ബീച്ചിൽ നിന്ന് ഒരു 25 മിനിറ്റ്സ് ട്രാവൽ ഉണ്ട് അഗോഡ ഫോർട്ടിലേക്ക്. പോകുന്ന വഴിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റോഡിൽ കണ്ട് വണ്ടി പാർക്ക് ചെയ്താലും നമ്മൾ അടുത്തുള്ള കടകളിൽ ഏതെങ്കിലും പാർക്കിംഗ് ഫീ കൊടുക്കണം. അങ്ങനെ ഒരു പ്രത്യേകതര ആചാരം ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ പിന്നെ ടിക്കറ്റ് കേട്ട് നേരെ അഗോഡ ഫോർട്ടിലേക്ക് കയറി. ഫോട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഗ്രീനറി ഒക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇത് ആക്ച്വലി 17th സെഞ്ചുറിയിലെ പോർച്ചുഗീസുകാർ പണിതതാട്ടോ. ഇതിന്റെ അപ്പർ പോർഷനിൽ ആക്ച്വലി അവർ പണ്ട് വാട്ടർ സ്റ്റോറേജിനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഒരു ലൈറ്റ് ഹൗസും ഉണ്ട്. ആൻഡ് ലോവർ പോർഷനിൽ പോർച്ചുഗീസ് ഷിപ്സിന്റെ ബാത്ത് ആയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം ഞാൻ നടന്നും ഇരുന്നും ഒക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോ തൊട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്ന പാട്ട് മറ്റേ പയ്യേ വീസും കാറ്റേ കുഞ്ഞോളങ്ങൾ കുഞ്ചും പോലെ, ആ പാട്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഓരോന്ന് കാണിക്കുന്നുണ്ടാത്തോന്നും ഞാൻ ആ പാട്ടിലെ നടിയാണ്. പിന്നെ ഈ റെഡ് കളറിലുള്ള പണ്ടത്തെ ജയിലായിരുന്നു കേട്ടോ. അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.